നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഓർക്കുന്നത് മാഷേ, ഈ സാംസ്കാരിക നായകരുടെയും മാധ്യമങ്ങളുടെയൊക്കെ ഒരു ഇരട്ടത്താപ്പാണ്. ഞാൻ വളരെ ദീർഘകാലമായി മാധ്യമപ്രവർത്തനം നടത്തിയ ഒരാളെന്ന നിലയിൽ അവിടെയൊക്കെ നമ്മുടെ പേരെടുത്ത് തന്നെ പറയുന്ന ചില കാര്യങ്ങൾ, മാതൃഭൂമി ആയാലും മനോരമയായാലും ഇന്ത്യാവിഷൻ ആയാലും മുമ്പുണ്ടായിരുന്ന ഇന്ത്യാവിഷൻ ആയാലും ഇപ്പോൾ നടക്കുന്ന റിപ്പോർട്ടർ ചാനലായാലും ഇവരെല്ലാവരും ആർക്ക് വേണ്ടിയാണ് ബാറ്റ് ചെയ്യുന്നത്? ഇവരൊക്കെ ഒരുപോലെ ഈ പറയുന്ന സംഘഭീതി എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത പ്രൊപ്പഗൻഡകൾ അടിച്ചുകൊണ്ട് വാർത്തകൾ സംസ്കരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു അഷ്കർ അലി എന്നൊരു പയ്യൻ മുമ്പ് മതം ഉപേക്ഷിച്ച കഥ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അയാൾ ചെമ്മാട് ദാറുൽ ഹുദയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ആ ദറസിൽ പഠിക്കുന്ന സമയത്താണ് 18-19 വയസ്സിലൊരു കൊച്ചു പയ്യൻ മതം വിടുന്നത്. അതേ തുടർന്ന് ആ പയ്യൻ അതിഭീകരമായ ഭീഷണിയും മെന്റൽ ട്രോമകളും ഒക്കെ ഉണ്ടായി. അതേ തുടർന്ന് ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ എസൻസ് ഗ്ലോബലാണ് പത്രസമ്മേളനം നടത്തിയത്. ഞാനും ആരിഫ് ഹുസൈൻ തെരുവത്തുമായിരുന്നു ആ പത്രസമ്മേളനത്തിൽ ഈ പയ്യന്റെ കൂടെ ഉണ്ടായിരുന്നത്. അന്ന് ഒരു കുട്ടി ജീവന് വേണ്ടി കരഞ്ഞു പറയാണ്, എനിക്ക് ഭീഷണിയുണ്ട്, എന്നെ രക്ഷിക്കൂന്ന് പരോക്ഷമായി അവൻ പറഞ്ഞിട്ട് അത്രയും മാധ്യമങ്ങളിൽ ഒരാൾ പോലും റിപ്പോർട്ട് ചെയ്യാനുള്ള തന്റെ ഇടം കാട്ടിയിട്ടില്ല. എന്നെ കൊടുത്തത് ഈ ജനൻ ടി വി മാത്രമാണ്. ഞാൻ ആദ്യം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ വലിയ ആളായിരുന്നു. അതുകൊണ്ട് ഞാൻ ജനൻ ടി വി പോലുള്ള പത്രങ്ങളൊന്നും പോകില്ല, അങ്ങനത്തെ സ്ഥലത്തൊന്നും ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. പലതവണ എന്നെ ജനൻ ടി വി ഒക്കെ പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ച സമയത്തൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴൊന്നും ഞാൻ പോവാറില്ല. നമ്മളൊരു എക്കോ ചേമ്പറിൽ നിൽക്കണം എന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു. പക്ഷേ എന്റെ ധാരണകൾ മാറിയത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഈ രീതിയിൽ അൺബാലൻസ്ഡ് ആണെന്ന് മനസ്സിലായതോടെയാണ്. മാത്രമല്ല, അവർ നമ്മോട് പലരും പറഞ്ഞു, നേരിട്ട് പറയാലോ, 24 ന്യൂസിന്റെ, നമ്മൾ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന 24 ന്യൂസിന്റെ പ്രതിനിധി ആ പത്രസമ്മേളനത്തിൽ വന്നു ഒരുപോലെ ഷൂട്ട് ചെയ്തു. അയാൾ പറഞ്ഞു, ചേട്ടാ അത് ഒരു വരി പോലും കയറാൻ സാധ്യമല്ല, ഞാനിത് കൊടുത്തിട്ടുണ്ട്, എന്റെ ധാർമ്മികതയുടെ ഭാഗമായി ഞാനിത് കൊടുത്തിട്ടുണ്ട്, അവരിത് കൊടുക്കൂല. അതുപോലെ തന്നെ സംഭവിച്ചു. മനോരമേന്റെ ആള് നമ്മോട് തുറന്നു പറഞ്ഞു, ഇത് കയറില്ല. മാതൃഭൂമിക്കാരൻ പറഞ്ഞു, ഇത് കയറില്ല. ഇത് എന്തൊരു ഫാസിസമാണ്! മതപീഡനത്തിന് ഇരയായ ഒരു കുട്ടി എന്റെ ജീവൻ രക്ഷിക്കൂ എന്ന് കേരളീയ പൊതുസമൂഹത്തോട് കണ്ണു നിറഞ്ഞു പറഞ്ഞിട്ട് പോലും ഒരു വരി വാർത്ത കൊടുക്കാൻ നട്ടലില്ലാത്ത നാണം കെട്ട മാപ്രകളുള്ള ഈ നാട്ടിൽ പിന്നെ സംഖ്യ വളരുമെന്നൊന്ന് പറയാൻ ഇവർക്ക് പച്ച മലയാളത്തിൽ ചോദിച്ചാൽ ഉളുപ്പുണ്ടോ അല്ല ചോദിക്കാൻ ബാധ്യതയുള്ളൂ. നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരോട് ചോദിക്കും, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങളല്ലേ ഇവിടെ സംഖ്യകളെ വളർത്തുന്നത്? ജനൻ ടി വി വളർത്തുന്നത് നിങ്ങളല്ലേ? നിങ്ങളുടെ കൊള്ളരുതായ്മ കൊണ്ട് ആ സ്പേസിലേക്ക് അവർ കടന്നു വരികയല്ലേ? ഒരു ഉദാഹരണമല്ല, വേറെയുണ്ട് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ. യുക്തിവാദികളുടെയൊക്കെ കൂട്ടായ്മയായ എസൻസ് ഗ്ലോബൽ എന്ന ഒരു സംഘടനയുണ്ട്. അതിൻ്റെ വേദിയിൽ കേരളത്തിൽ ദീർഘകാലമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തിയിരുന്ന ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആൾ പറഞ്ഞ സത്യങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അദ്ദേഹം ചില മാധ്യമങ്ങളുടെ പേരെടുത്ത് പറയുന്നുണ്ട്, 24, അതേപോലെ തന്നെ മനോരമ തുടങ്ങിയ മാധ്യമങ്ങളുടെയൊക്കെ. ഇവരെല്ലാം ആ പത്രസമ്മേളനം വിളിച്ചപ്പോൾ ചെന്നിരുന്നു. ആ കാര്യങ്ങളൊക്കെ അവർ റെക്കോർഡ് ചെയ്യുകയും ആ ക്യാമറ എടുക്കുകയും പകർത്തുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരൊറ്റ മാപ്രകൾ പോലും അത് കൊടുത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പേരെടുത്ത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. RSS വിട്ടിട്ട് ഒരാൾ പുറത്തേക്ക് വരുന്നു എന്ന് കരുതുക. എന്നിട്ട് അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ച് കുറേ ആരോപണങ്ങൾ RSSനെതിരെ. ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇതുപോലെ. ഒരാൾ മരിച്ചിട്ട് ആ വാർത്ത ഇവിടെ ആഴ്ചകളോളം എടുത്ത് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് RSSൻ്റെ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുൻ RSSകാരൻ വന്നിട്ട് ഇതുപോലൊരു പത്രസമ്മേളനം നടത്തുകയായിരുന്നെങ്കിൽ എത്ര ദിവസം ആ സംഗതി വെച്ചിട്ട് ഇവർ വാർത്ത കൊടുക്കുമായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കാം. ഇവിടെ ഈ മാധ്യമപ്രവർത്തകൻ വളരെ ലളിതമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് പണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഭയന്നിട്ടാണ്. ഇസ്ലാമിസ്റ്റുകളെ ഭയന്നിട്ടാണ് ഇവിടുത്തെ മാപ്രകൾ കൊടുക്കാത്തത്. അവരിത് ഈ പത്രസമ്മേളനം കവർ ചെയ്തിട്ട് അവരുടെ ഉടയോരുടെ കയ്യിൽ കൊടുത്താലും അവിടെ നിന്ന് ഒരു വരി പോലും അവർ പ്രസിദ്ധീകരിക്കത്തില്ല, അല്ലെങ്കിൽ പറയില്ല. ഇതാണ് കുറേ കാലമായിട്ട് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും കുറേ വൈകിയാണെങ്കിലും മാധ്യമപ്രവർത്തകർ അവരിൽ ചിലരെങ്കിലും ഇത്തരം സത്യങ്ങൾ തിരിച്ചറിയുകയും അത് നമ്മളോട് വിളിച്ചു പറയാനും തയ്യാറാവുന്നുണ്ട് എന്നത് നല്ലൊരു സൂചനയാണ്. ഈ മനുഷ്യനെ പോലെ തന്നെ മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ മീഡിയ വണ്ടിയൊക്കെ ചാനലിൽ പോവും, അവിടുത്തെ ചർച്ചയിലൊക്കെ പങ്കെടുക്കും. എന്നാൽ ജനവോ അതുപോലുള്ള സ്ഥലത്തൊന്നും പോകത്തേ ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ രാഷ്ട്രീയ അജണ്ടയും മതപരമായിട്ടുള്ള ഇവരുടെ ലക്ഷ്യവുമൊക്കെ അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം അവിടെ പോകില്ല എന്ന് ആ മനുഷ്യനും കുറച്ച് നാൾ മുമ്പ് തിരിച്ചറിവുണ്ടായതിനു ശേഷം വിളിച്ച് പറയുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയുണ്ടായി. ഇതൊരു തുടക്കം മാത്രമാണ്. ഇങ്ങനെ വരും കാലങ്ങളിൽ നിരവധി മാധ്യമപ്രവർത്തകർ നമ്മുടെ മുന്നിൽ ഇതുപോലെ വന്ന് സത്യം വിളിച്ചു പറയും. നമ്മൾ പലപ്പോഴും ഇവർക്കെതിരെ ആരോപണം ഉന്നയിക്കാറുണ്ട്. ഇവർ അവരുടെ പണം വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് ഒരു ഘടകം തന്നെയായിരിക്കും. അതിലുപരി ഭയം കൊണ്ടാണ്, പേടിച്ചിട്ടാണ് ഇവർ അവർക്കെതിരെയുള്ള വാർത്തയൊന്നും കൊടുക്കാത്തത്.